കേൾക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഈ അവസരത്തിലേക്ക് വന്നിട്ട് 3 വർഷമായി. അപ്പം കുറെ റിസൾട്ടുകൾ ചെറുതും വലുതുമായിട്ടുണ്ട്. അപ്പം അതിലേക്ക് പ്രധാനപ്പെട്ട 2-3 റിസൾട്ടുകളെ ഞാനിപ്പോ പറയുന്നുള്ളൂ. മെയിനായിട്ട് ഞാൻ ഈ അവസരത്തിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത് എന്റെ റിസൾട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം 11 വർഷം മുമ്പ് എനിക്കൊരു വലിയ ബൈക്ക് അപകടം ഉണ്ടായി. ബൈക്ക് അപകടം ഉണ്ടായിട്ട് 2014 ഹെഡ് ഇഞ്ചറി ആയിരുന്നു. ഒരു 4-5 ദിവസം വെന്റിലേറ്ററിലും 3-4 മാസം ബോധമില്ലാണ്ട് കോമ സ്റ്റേജിൽ ICUവില് കിടന്നതാണ്. എന്റെ ശരീരത്തിന്റെ ഇടത് ഭാഗം ഫുള്ള് തളർന്നു പോയതായിരുന്നു. അങ്ങനെ കിടന്നിട്ട് അലോപ്പതി ഗുളി കുറെ കഴിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. അതൊക്കെ എഴുന്നേറ്റ് നടക്കും, പക്ഷെ വേച്ച് വലിച്ച് പലരുടെ സഹായത്തോടെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ജീവിതം പൊക്കോളും, ഇങ്ങനെ ഇതിനപ്പുറം ഒന്നും ഉണ്ടാവത്തില്ലെന്നുള്ള ആത്മവിശ്വാസം ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഡൗൺ ആയിട്ട് തന്നെയാണ് ഞാൻ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ, എങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്, തുള്ളിച്ചാടി നടന്നുകൊണ്ടിരുന്നതല്ലേ, ഇങ്ങനെ നശിച്ചു പോയല്ലോ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ് ശരിക്കും പറഞ്ഞാല്. ഈ ഒരു പ്രശ്നം ഉണ്ടായ പിന്നെ പക്ഷെ ദൈവം സഹായിച്ച് ഫേസ്ബുക്കില് എനിക്ക് ഒരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ലൊരു ബിസിനസ് അവസരമാണ്, നല്ലൊരു പ്രോഡക്റ്റ്, നല്ല കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, ആ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരുമെന്നൊക്കെ പറഞ്ഞു. ആ സുഹൃത്ത് മറ്റാരും അല്ല, നമ്മുടെ RTC ലീഡറായിട്ടുള്ള മണിക്കുട്ട സാറാണ്. മണിക്കുട്ട സാറിന്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. സാറ് മുഖാന്തരം ഞാൻ പ്രോഡക്ട്സ് വീട്ടിലേക്ക് മേടിച്ചു, ഒരു ഹോം ഷോപ്പിംഗ് ആയിട്ട് തന്നെ വെച്ചു, പ്രോഡക്ട്സ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അത്ഭുതമാണല്ലോ. അങ്ങനെ തന്നെ എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. എനിക്ക് സംസാരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ തളർന്നു പോയപ്പം എനിക്ക് വോക്കൽ കോഡിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വോക്കൽ കോഡിന്റെ ഇതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുമ്പോ ഭയങ്കര ഇങ്ങനത്തെ രീതിക്കാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. അതൊക്കെ മാറി. പിന്നെ എനിക്ക് ഒരുപാട് നേരം ആലോചിച്ച് നിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഒരു സെന്റൻസ് സംസാരിക്കണമെങ്കിൽ ഒരു 15 മിനിറ്റിന് മേളിൽ ആലോചിച്ച് ഓർത്തോർത്ത് സംസാരിക്കാൻ പറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നടക്കുമ്പോ വേച്ച് പോകലുണ്ടായിരുന്നു. പിന്നെ ഒരു കാറ്റ് പിടിച്ച കെട്ടുവെള്ളം പോണ പോലെയാണ്, പച്ചക്കുതിരയിലെ ദിലീപ് പോണ പോലെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അതൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല എനർജറ്റിക് ആയിട്ട് ഓടാനും ചാടാനും ഡാൻസ് കളിക്കാനും വണ്ടി ഓടിക്കാനും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറച്ചാൾ മുമ്പ്, ഒരു വർഷം മുമ്പ് എന്റെ ഇടത്തെ കാലിന്റെ മുട്ട് തെന്നി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ബാത്റൂമിൽ വെച്ച് ഞാൻ പെട്ടെന്ന് പുറത്തേക്കാനായിട്ടും തിരിഞ്ഞതാണ്. അപ്പോഴാണ് ആദ്യമായിട്ടൊന്നും തെന്നി പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ പലതവണ തൊടുമ്പോഴും പിടിക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ തെന്നിപ്പോയ അടിച്ചു തല്ലി വീണ് കഴിഞ്ഞാൽ വീണതിനേക്കാൾ കൂടുതൽ വേദന ഈ തെന്നിപ്പോയ ഭാഗത്തിനാണ്. അത് പിന്നെ ആരെങ്കിലും വന്ന് വലിച്ചിട്ടാലേ വിവരമുള്ളായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറിനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് CT പിന്നെ MRI സ്കാൻ എടുത്താലേ കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ, എക്സ്റേയിൽ കുഴപ്പമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഈ സ്കാനിങ് എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയാകും. പിന്നെ മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഇത് എപ്പോ എങ്ങനെ ശരിയാവുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് വെച്ച് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സും തന്നെ ഉപയോഗിച്ചിട്ടാണ്. ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ പ്രോഡക്ട്സും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ന്യൂട്രൽ ലൈഫ് കാജപ്രാശം, പിന്നെ നോവന ക്യാപ്സൂള്, പിന്നെ മാൻശക്തിമാൻ, നാച്ചിം, എല്ലാ പ്രോഡക്ട്സും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ വീട്ടിലിരിക്കുന്ന ഞാൻ അതുവരെ ഞാൻ ഓർത്തില്ല. ഞാൻ ഈ വേദനയുടെ ടെൻഷൻ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ന്യൂട്രൽ ലൈഫും നോവേന ക്യാപ്സൂളും എല്ലാം ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ വിശദമായിട്ടൊന്ന് ഉപയോഗിച്ചു. അതെല്ലാം കഴിഞ്ഞ് രാവിലെ വൈകുന്നേരം ഉപയോഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതിന്റെയൊക്കെ മുട്ടിന്റെ പ്രശ്നം മാറി. ഒരിക്കലും മാറിയല്ലെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് മാറി. ഈ പാട്ട് കേട്ടാൽ തുള്ളാതിരിക്കാൻ പറ്റാത്തൊരു ജീവിയാണ് ഞാൻ. പാട്ട് കേട്ടാൽ എവിടെ നിന്നാണെങ്കിലും ഞാൻ തുള്ളും. അങ്ങനെയുള്ള എനിക്ക് തുള്ളാൻ പറ്റുന്ന അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടമായിട്ടിരുന്നത്. ഈ കാല് തെന്നി പോകുന്നതിന്റെ, മുട്ട് തെന്നി പോകുന്നതിന്റെ അതൊക്കെ മാറി. എനിക്കിപ്പോ തുള്ളാൻ പറ്റുന്നുണ്ട്, ചാടാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, കയറ്റം കയറും, സ്റ്റെപ്പ് ഇറങ്ങും, സ്റ്റെപ്പ് കയറും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് വന്നത്. ഇപ്പൊ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ അതുകൂടാതെ
അല്ലാണ്ട് തൃശ്ശൂരുള്ള ഒരു ശോഭാമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. അതും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ആ അമ്മയ്ക്ക് തൊടയിൽ പൊടിയുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര വേദനയായിട്ട് മക്കളൊന്നുമില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഉപയോഗിച്ച് വേറെ വഴിക്ക് പോയതാണ്. അപ്പം ഈ പഞ്ചായത്തും നാട്ടുകാരും അങ്ങനെയുള്ളവരും പരിചയക്കാരൊക്കെ ആണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുന്നതൊക്കെ അങ്ങനെയുള്ളവരായിരുന്നു. അപ്പൊ പിന്നെ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയി കണ്ടു. അജിമാഡുമായിട്ട് സംസാരിച്ചു. അജിമാഡം പോയി കണ്ടു. എന്നിട്ട് ഞങ്ങള് പ്രോഡക്ട്സ് കൊടുത്തു. നമ്മുടെ നോവേദന ക്യാപ്സൂള്, നാക്സിയം, പിന്നെ നോവേദന ജെല്ല്, ചാമ്പി, ഹലോ, പിന്നെ സ്പാർലിന ഗോൾഡ്, നമ്മുടെ ന്യൂട്രി ലൈഫ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് മെയിൻലി കൊടുത്തേക്കണത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അമ്മയുടെ ഇപ്പൊ തൊടയിൽ പൊടിയുന്ന പ്രശ്നം മാറി. അത് വേദന തന്നെ കുറഞ്ഞു. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങള് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പ്രോഡക്ട്സ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് എന്റെ വലിയ വലിയ റിസൾട്ടുകൾ. പിന്നെ ഞാൻ തേയ്മാനത്തിന് പ്രോഡക്ട്സ് കൊടുത്തു. എന്റെ അമ്മയ്ക്കും ഞാൻ കൊടുത്തു. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു. പിന്നെ വീട്ടുകാർക്ക് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്ക് ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോ അവർക്കും വിശ്വാസമായി. പിന്നെ അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് കാലിന് ഭയങ്കര വലിച്ചിലായിരുന്നു. അത് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ അമ്മയുടെ കൂട്ടുകാരിക്ക് തേയ്മാനത്തിന്റെ പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഉടനെ തന്നെ റിസൾട്ട് ആകും. ഇപ്പം 1 മാസം ഉപയോഗിച്ചിട്ട് തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ആ അമ്മയുടെ കൂട്ടുകാരി വേറെ 1-2 പേരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെടുത്തി ഓരോരുത്തരുടെ കാര്യമൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ അവരോട് വിളിച്ച് സംസാരിക്കുന്നുമുണ്ട്. അവർക്കും വേണ്ട പ്രോഡക്ട്സ് കൊടുത്തിട്ട് റിസൾട്ട് ആയി കഴിയുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. സമയം തന്നെ തീരാറായി. ഇപ്പം എന്റെ റിസൾട്ടുകൾ ഇത്രയേ ഉള്ളൂ. മനസ്സ്